ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടിൻഡാജൽ കാസിലാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഹായ്, ഞാൻ ആനി. അജയ്. ഇതാണ് ഞങ്ങൾ വന്ന പ്ലേസ്. നല്ല വ്യൂ ഉണ്ട്. வாட்டர்லாம் பார்க்க கிளியராக ப்ளூ இதெல்லாம் இருக்குது, சூப்பராக இருக்குது வாட்டர். அங்கே ஒரு பிரிட்ஜ் இருக்குது, இது மேலே நாங்கள் போகணும். ടയർഡാக இருக்குது, കീഴே ഉட்காந்துருக்கோம். എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ്. അപ്പം നമ്മൾ ഇനി കാസിലിൻ്റെ മുകളിൽ കയറാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മുന്നേ പോകുന്നുണ്ട്. അപ്പം നമുക്ക് മേലെ ചെന്നിട്ട് കാണാം. ഇവിടെ കയറുന്നതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ മേലെ പോയി ടിക്കറ്റ് എടുത്തിട്ട് മേലേക്ക് പോവാം. കുറച്ച് ഒരുപാട് നടക്കാറുണ്ട്. തന്നെ ടയർഡായി. ഇനി അങ്ങ് പോണം. എല്ലാരും തളർന്നു ഗൈസ്, എല്ലാരും തളർന്നു. അങ്ങേരുന്ന് അങ്ങ് പോയി ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറിലെത്തി. ഇവിടുന്ന് ടിക്കറ്റ് എടുത്താലേ അകത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുവാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? கான்வால் வந்து 2 days எக்ஸ்ப்ளோர் பண்ண ஃபர்ஸ்ட் பிளேஸ். என்ன கேசில் ടിൻഡാജൽ കാസിൽ. அந்த கேசிலுக்கு வந்திருக்கோம். உள்ளே போகிறதுக்கு எல்லாருமே டிக்கெட் எடுக்கணும். ஸோ வெயிட் பண்ணி டிக்கெட் வாங்கிட்டு மேலே போய் எல்லாம் உங்களுக்கு காமிக்கிறேன். வியூலாம் சூப்பராக இருக்குன்னு சொல்லியிருக்காங்க. போய் பார்க்கலாம் எப்படி இருக்குன்ட்டு. இங்கேருந்து குஷு குஷு பேசுகிறப்ப நான் பார்த்துட்டேன். அங்கே உண்டு பாரு பாருங்க. டிக்கெட்டை போட்டு இப்படி திருப்பி உங்களை எடுங்க. அங்கே எடுத்த டிக்கெட் 5 பேருக்கு எடுத்திருக்கோம். അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച്. അയ്യോ വാട്ടർ ബട്ടൺ ലെറ്റർ പിടിക്കാൻ ഓപ്പൺ ചെയ്യും. மேப்பில் கொடுத்துருக்காங்க, எங்கெல்லாம் போய் சுற்றி பார்க்கலாம் அப்படின்னு சொல்லிட்டு எல்லாமே இதில் இருக்குது. மேலே போகிறதுக்கான கைடு எல்லாமே இருக்குது. அப்கமிங் டேஸில் இப்போல்லாம் ஓப்பன் க்ளோசிங் டைம் அப்படின்னு சொல்லிட்டு ஒரு பெரிய மேப்பே கொடுத்துருக்காங்க, லைக் கைட் பேப்பர். അവരെല്ലാം നടന്നിട്ടുണ്ട്. அவங்களாம் கொஞ்சம் ஃப்ரெண்டில் போய் நடந்துட்டு இருக்காங்க வியூ பார்க்குறதுக்காக. பார்க்கலாம். കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു അല്ലേ? നല്ല இந்த இதில் இந்த ராக்ஸ்லாம் ബോർഡ്. ഇത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്? നല്ല വ്യൂ ആണ്. താഴോട്ട് നോക്കിയോ, നല്ല ക്രൗഡ്. അൽഫോൺസിന് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് നല്ലൊരു ഇതാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇല്ല. ഈ വീഡിയോ യൂട്യൂബിലിടും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് എൻ്റർ ആയതേ ഉള്ളൂ. ഇനി നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് താണ്ടി വേണം നമുക്ക്.
ഓക്കെ, എല്ലാവർക്കും വീഡിയോ എടുത്ത്. അൽഫോൺസ് എന്തെങ്കിലും പറയാനുണ്ടോ വീഡിയോയില്? ഓ ഒന്നും പറയാനില്ല, നല്ല ചൂടാണ്. അൽഫോൺസിന്റെ ചെക്കനെ വളരെയധികം. അതുകൊണ്ട് അവൾക്കൊരു സന്തോഷമില്ല. പക്ഷെ ഞങ്ങളെല്ലാരും അവളെ സന്തോഷിപ്പിക്കും. അവള് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് നാട്ടിൽ വിട്ടിട്ട് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്രഷന് എൻ്റെ മേലെയും അപ്പോൾ അവളെ വെളിയെ ഡിപ്രഷനിൽ നിന്ന് വെളിയെ കൊണ്ടുവരാൻ വേണ്ടി അർജന്റായിട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഫുൾ എക്സാജറേറ്റഡ്. അജയ് വീഡിയോ കോൾ ചെയ്തോ അതോ? ഓ ഹായ്. അജയുടെ വാട്ടർ ബോട്ടിൽ. അജയ് വലിയ കന്നാസിലാണ് വെള്ളം കൊണ്ടുവന്നേക്കുന്നത്. ഹെൽത്തി കുട്ടനാണ്. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇതിനെ കുറിച്ച് എന്താ? നോക്കൂ അങ്ങോട്ടേക്ക്. ഇത് വളരെ നല്ലൊരു പ്ലേസ് ആണ്. നമ്മൾ UK ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. നടന്നിട്ട് വീഡിയോ എടുക്കുന്നു. ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാം ഇതിൽ വരും. ഇതൊരു ഡോക്യുമെൻ്ററി ആയിട്ട്. ഇപ്പം നമ്മൾ ആ ബ്രിഡ്ജ് ഇറങ്ങി വന്നു. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇനിയും കുറേ പോകാനുണ്ട്, കുറേ കാണാനുണ്ട്. ഓക്കെ, ഇത് നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വളരെ ഭംഗിയാണ്. ഇനി സ്ട്രെയിറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഡോർ ലൈക്ക് കൈൻഡ് ഓഫ് തിങ് ഉണ്ട് അവിടെ. അത് കാണിച്ചു കൊടുക്കാം. ഈ ഗ്യാപ്പിലൂടെ ഒക്കെ നോക്കാം. അത് നല്ല രസമാണ്. സോ ഇതിലേക്കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു എൻട്രൻസിലേക്കാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു റോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അത് ഭയങ്കര നല്ലൊരു വ്യൂ ആണ്. പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രൻസ് കണ്ടില്ലേ? നല്ല റോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ നിന്ന് കണ്ട സെയിം വ്യൂ തന്നെയാണ് ഇവിടെ. ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ താഴേക്കൊക്കെ പോവാം നടന്ന്. നമ്മൾ പോവാണ്. അൽഫോൺസ്, സേ ഹായ് ടു മൈ വ്ളോഗ്. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇന്ന് ഇപ്പം നമ്മൾ സമ്മർ ടൈമിലാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുണ്ട്. വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല, മൈക്കൊന്നും ഇല്ല. പക്ഷേ നല്ല രസമുണ്ട്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 2 days ഒക്കെ ട്രിപ്പ് വരാൻ പറ്റിയൊരു പ്ലേസാണ് കോൺവോൾ. ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 1 hour ഡ്രൈവ്, 1.5 hour ഡ്രൈവ്, 2 and a half hours ഡ്രൈവേ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ. അപ്പം അത് നല്ലൊരു നൈസ് പ്ലേസാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനും നമ്മുടെ ജോലിയുടെ
ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് കോൺവോൾ. ഇനി നമുക്ക് മുകളിൽ ചെന്നിട്ട് ഇനിയും ഒരുപാട് കയറാനുണ്ട്, ഒത്തിരി നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ. താഴോട്ട് നോക്കൂ. കുറച്ച് പാടാണ് നടക്കാൻ. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഓക്കെ അജി, ഓക്കെ ഓക്കെ എന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ടയർഡാണ്. ആ നമ്മുടെ ആൾക്കാരൊന്ന് ഇവിടെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ഇനി കുറച്ച് നടന്നാൽ മതി, അവിടെയാണ് സ്റ്റാച്യു. നമുക്ക് അങ്ങോട്ട് പോവാം. അജയ് കമ ആ പറഞ്ഞോ. ആൽക്കേക്ക് ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇടണമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങോട്ട് നിന്ന് 2 സ്റ്റെപ്പ് ഇട്ടോ നിങ്ങൾ. ഇതാണ് എൻ്റെ ഫ്രണ്ട് അൽഫോൺസ്. ആ ഓൾറെഡി ഇതെന്റെ ഫ്രണ്ട് അൽഫോൺസ് ആണെന്ന് പറഞ്ഞതാണ്. ഭയങ്കര കഴിവാണ്. അവിടെ കഴിവേറിയാണ് കൂടിപ്പോയെന്ന് കുഴപ്പ. എന്നെ വെറുതെ വിടണം. അത് പറ്റത്തില്ല. ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഇവരെല്ലാം പോകുന്നത് കിങ് ആർത്തൂറിനെ കാണാനാണ്. കിങ് ആർത്തൂറിനെ കാണാൻ ഒരു ഫേമസ് പ്ലേസ് ആണ് അല്ലേ? ഫേമസ് പ്ലേസ് അല്ല, ഒരു പഴയ ഹിസ്റ്റോറിക്കൽ ഒരു പ്ലേസ് ആണ്. ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കാം. നമുക്ക് വായിച്ചു നോക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. എല്ലാവരും വരുന്നത് കൊണ്ട് ഞങ്ങളും വന്നതാണ്. ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അൽക്കയുടെ അൽഫോൺസിൻ്റെ ഫോട്ടോഗ്രാഫി സ്കില്ല് പുറത്ത് എടുക്കുകയാണ്. ഇവിടെ ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്. കറക്റ്റ് പോസിങ്. അപ്പോൾ നമ്മൾ കുറേ നടന്നെങ്കിൽ കയറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായി. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുവാണ് കുറച്ച്. ഇനി ഇത് അപ്പുറത്താണ്, പക്ഷേ നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കും. ആ அஜய்க்கு என்ன பரவாயில்ல. நாங்கள் இப்போ மேலே டாப்பில் வந்துட்டோம். நீ அங்கே போய் அந்த ஸ்டாச்சு அந்த ஸ்டாச்சு பார்க்க போகிறோம். பார்த்துட்டு அடுத்து கேசல் பார்க்க ഓക്കെ, ഇനി നമുക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് ഇനി നമ്മൾക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ഓക്കെ, നാക്ക് തിരിയുന്നില്ല. നാക്ക് തിരിയത്തില്ല. എനിക്കൊരു ടങ് ടൈ ഉണ്ട്, ടങ് ടൈ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റാച്ചു. അപ്പം അത് അവിടെ ആരുമില്ല ഫോട്ടോ എടുക്കാൻ. പെർഫെക്റ്റ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ആരുമില്ല. ഇത് ഇവിടെയാണ്. ഹായ്. ഇതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ആൾക്കാർ. കിങ് ആർത്തൂർ ആണെന്ന് തോന്നുന്നു. വാളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഏതൊരു ടൈമില് എനിക്കറിയില്ല, സോറി.
ഓപ്പോസിറ്റ് സൈഡിൽ Okay, so now we have reached this. And കിങ് ആർത്തൂർ. now we have reached near King Arthur statue. So ഇതിനെ കാണാനാണ് എല്ലാവരും മേളിൽ നിന്ന് താഴെ മേളിൽ വരെ കയറി വരുന്നത്. ഓക്കെ. ഇതാണ് സ്പോട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ്. അതിന് പോകാൻ വേണ്ടി വീണ്ടും ഇനി നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെയാണ് ആ ഒരു ബ്യൂട്ടിഫുൾ തിങ്. എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാം. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അജയ്, അപ്പം നമ്മൾ ആ സ്റ്റാച്ചു കണ്ടിട്ട് നടന്നു പോവാണ്. കുറച്ച് പേര് മുന്നിൽ പോകുന്നുണ്ട്, ഒരാൾ ബാക്കി വരുന്നുണ്ട്. സ്പിറ്റായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ടയർഡാണ്. നല്ല പ്ലേസാണ് അന്ന് കാണാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നല്ലത്. നിങ്ങൾ ഇനി നെക്സ്റ്റ് നിങ്ങളെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ കോൺവാൾ ടിൻഡാറ്റിൽ കാസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു സംഭവം അവിടെ കാണാം. ഒരു കിണർ പോലെ ഒരു സംഭവമാണ്. അപ്പം നമുക്ക് അതിൻ്റെ അടുത്തെത്താറ്. കിണറാണോന്നറിയില്ല. അവിടെ നോക്കാം. അത് കിണറാണെന്ന് തോന്നുന്നു. നോക്കാം. വെള്ളം കൊള്ളൂല കേട്ടോ. എന്തോ അറിയില്ല. ഇതിലെയാണോ പോകുന്നത്? ഇത് അടുത്ത എന്തോ ഒരു സംഭവമാണ്. നമുക്ക് പോയി നോക്കാം എന്താണെന്നൊന്നും അറിയില്ല. എന്തെങ്കിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് എന്താ സംഭവം. ജസ്റ്റ് ഇരിക്കാം, ഫോട്ടോ എടുക്കാം. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലമാണ്. എക്സിബിഷൻ ബീച്ച് അങ്ങോട്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങോട്ടായിരിക്കും പോകേണ്ടത്. അങ്ങോട്ടല്ല പോകണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അൽഫോൺസ് എന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര കഴിവാണ്. അവൾക്ക് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഭയങ്കര കഴിവാണ്. പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. കുട്ടി ഷൈ ആണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം കാണാൻ പറ്റും. ജസ്റ്റ് കണ്ടില്ലേ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിപ്പോൾ ഇത്രയും മുകളിലാണ് നിൽക്കുന്നത്. നമുക്കിനി അതിലേക്ക് ഇറങ്ങി വീണ്ടും അവിടെ പോകണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ പ്ലേസ് എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും പാടില്ല. അപ്പം നമ്മൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ചാപ്പലാണത്. ഇറങ്ങി പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ്.
എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ സ്ഥലം ദോ അവിടെ. ബാക്കി നമുക്ക് അങ്ങോട്ട് പോയാലോ? കമോൺ. സമ്മറായതുകൊണ്ട് ഒരുപാട് പേരുണ്ടല്ലേ, ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രണ്ട് വാക്ക്. നിനക്ക് സെഞ്ചുറി ഗേറ്റ് വേ ആൻഡ് വാൾ ആണ്. 19th സെഞ്ചുറി. ഓക്കെ, ഇനി പൊക്കോ. ആന നിൽക്കുന്നതാണ്. ആണോ? അജയ്ക്ക് ഗേറ്റിന് അവിടെ പോകുന്നതായിട്ട് വീഡിയോ വേണോ? ഞാൻ എടുക്കാം. ആരെ വീഡിയോ? സെൽഫി ആയിട്ട് എടുക്കാമെന്ന്. ഓക്കെ, ടിക്കറ്റ് ഓൾറെഡി അത് വേണ്ട, ഓൾറെഡി നമ്മൾ എൻട്രൻസിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അതുകൊണ്ട് വേണ്ട. അവിടെ തകർത്ത് ഫോട്ടോഷൂട്ടാണ്. അൽഫോൺസ് ആണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈവ് ആരും കാണാൻ, നമ്മുടെ ഒന്നും വീഡിയോ ആരും കാണൂല. ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണ്? ഇത് എടുക്കുന്നത് എന്തിനാ? ജസ്റ്റ് മെമ്മറി. ഓക്കെ, പോവാം, നമുക്ക് പോവാം. ആൾക്കാർ ഇപ്പൊ കൊണ്ടിരിക്കുകയാണ്, അപ്പം നമുക്ക് പോവാം. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, കാണാൻ വളരെ ഭംഗിയാണ്. ആ ബ്രിഡ്ജ് ഇവിടെ തന്നെ ഉണ്ട്. ബ്രിഡ്ജിൽ നിന്നുള്ള താഴേക്കുള്ള വ്യൂവും നല്ല ഭംഗിയുണ്ട്. കമോൺ. അവിടെ ആൾക്കാർ ഓക്കെ, ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ വളരെ ഭംഗിയുള്ളതാണ്. പോവാം. അങ്ങനെ നമ്മൾ ആ ഫേമസ് ആയിട്ടുള്ള ഗേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ പുറകിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റീൽ എടുക്കാൻ വീഡിയോ വേണമെന്ന് പറഞ്ഞു അൽക്കയ്ക്ക്. അങ്ങനെ ആ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അജയ് സെൽഫി വീഡിയോ എടുത്ത് വരാമെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഗേറ്റ് ഇറങ്ങി വരുന്നുണ്ട്. അജയ് ഇതുണ്ട്. തിരിച്ച് കയറണ്ടേ? ഇനി അതുവഴി ഞങ്ങൾ പോവാ. നമ്മള് തീരാറായിട്ടാ. നോക്കി ഇറങ്ങ. നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് ഇവിടെ കഴിച്ചു. ആ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. അതൊഴിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ആനി നല്ല സ്ഥലം, അടിപൊളി. വേറെ ഒന്നും പറയാനില്ല. എന്താ പറയാനില്ല. നമ്മുടെ വ്ളോഗ് നമുക്ക് അവസാനിക്കും. സോറി. ഐ തിങ്ക് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കാൻ സമയമായി. ഇന്ന് ഒരുപാട് തളർന്നു ഞങ്ങൾ നടന്നു. ഇത്രയേ ഉള്ളൂ കാണാൻ ഇവിടെ. നമ്മൾ ഏതെങ്കിലും പ്ലേസ് പോവാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ കുറെ ആൾക്കാർ താഴെ കുളിക്കുന്ന സൺബാത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കടൽ കുറച്ചുകൂടെ കയറിയായിരുന്നു നിന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ഇറങ്ങി കടൽ. ഒരുപാട് ആൾക്കാർ ഇപ്പൊ കൂടി. നല്ല സമ്മർ, നല്ല ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ എക്സിറ്റ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. ഇതാണ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ നേരത്തെ നടന്നു പോയത്. എന്താ ചേക്ക് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടോ? നല്ല പ്ലേസ്. ഓക്കെ, நிறைய ഫോട്ടോസ് എടുത്തോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോയാണ്. ഒരുപാട് ടയർഡായി. ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനിലാണ്. ഐസ്ക്രീം കഴിക്കണോ അതോ വേറെ എന്തെങ്കിലും കഴിക്കണോ? അയ്യോ, ഒരു കുഞ്ഞു കുഞ്ഞില്ല. അപ്പോൾ നമ്മൾക്ക് ഐസ്ക്രീം നോക്കാം. നല്ലതുണ്ടെങ്കിൽ മേടിക്കാം. rum and raisin, mango sorbet. ഇപ്പം നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മാംഗോയുടെ ഐസ്ക്രീം. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് അൽഫോൺസ്? കഴിച്ചു നോക്കിയോ? അൽഫോൺസ് ഡയറ്റിലാണ്. എനിക്ക് ഇഷ്ടമായോ? സൂപ്പർ ആയിരുന്നു മാംഗോ സോർബറ്റ്. നീ ഏതാണ് വാങ്ങിയത്? സ്ട്രോബെറി. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു, നല്ല ഇരിക്കും. ഓക്കെ, ഇനി ആർക്കും ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ. നെക്സ്റ്റ് പ്ലേസ് എങ്ങ? എന്താണ് കഴിക്കാൻ വന്ന ആൾക്കാർ? ഇപ്പം നമ്മൾ കഴിക്കാതെ പിസ്സ. എന്താണ്? പിസ്സയോ? പിസ്സ അല്ല, പിസ്സ. 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 അങ്ങനെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോ. അപ്പം നമ്മൾ പിസ്സ കഴിക്കാൻ പോകണം. അജയ് ആണ് പോയി വാങ്ങിയിട്ട് വന്ന മയനൈസ്. മയനൈസ് എന്നല്ലേ പറയുന്നത്? ടൊമാറ്റോ. അൽഫോൺസ് നമ്മളെ കളിയാക്കുന്നു. ഓ യാ, 2 year ആഫ്റ്റർ സിറ്റിസൺഷിപ്പിലേക്ക് പോവാ. ആൾക്കൊക്കെ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള ഒരു 2 വാക്ക്? ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. തിന്നാനുള്ള ആക്രാന്തം. ഓക്കെ, അപ്പൊ ഗായ്സ് നമ്മളത് തിന്ന് തീർന്നിട്ട് കാണിക്കാം. ഓക്കെ ഗായ്സ്, എന്താണ്? അപ്പൊ നമ്മള് പിസ്സ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആനിയുടെ എന്താണ്? പിസ്സ നല്ല ഒരു ഫില്ലിംഗ് ആയിരുന്നു. വയറ് ரொம்ப ഫുള്ളായി പോச்சு. പീസ നല്ലായിരുന്നു, ടൊമാറ്റോ അറിയാമായിരുന്നു പീസ. ബട്ട് ഓക്കെ.